വാഴപ്പഴം ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള പഴമാണ്. ദിവസം 500 കോടി വാഴപ്പഴമെങ്കിലും ഭൂമിയിലെ മനുഷ്യർ കഴിക്കുന്നു. എന്നാൽ നിങ്ങളുടെ അടുക്കളയിലെ വാഴപ്പഴം ചരിത്രത്തിലെ ഏറ്റവും ആക്രമണകാരിയായ, ഏറ്റവും അക്രമ സ്വഭാവമുള്ള, ഏറ്റവും രാഷ്ട്രീയ അഴിമതി നിറഞ്ഞ ഒരു കോർപ്പറേറ്റ് ക്യാമ്പയിനിന്റെ ഉൽപ്പന്നമാണ്. അവിടെ സ്വകാര്യ സൈന്യങ്ങളുണ്ടായിരുന്നു, വാങ്ങപ്പെട്ട സർക്കാരുകൾ, CIA ഇടപെടൽ, സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ കൂട്ടക്കൊല. വാഴപ്പഴത്തെ വില കുറഞ്ഞതാക്കി നിലനിർത്താൻ രാജ്യങ്ങളുടെ മുഴുവൻ സാമ്പത്തിക ബോധപൂർവമുള്ള നശീകരണം. അഴിമതി നിറഞ്ഞ തകർന്ന ഭരണകൂടത്തെ വിവരിക്കാൻ നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്ക് ബനാന റിപ്പബ്ലിക് എന്ന വാക്ക് ഒരു അമേരിക്കൻ ഫ്രൂട്ട് കമ്പനി സെൻട്രൽ അമേരിക്കയോട് ചെയ്ത ക്രൂരതകളെ വർണ്ണിക്കാനുണ്ടാക്കിയതാണ്. വാഴപ്പഴം ഒരു പഴം മാത്രമല്ല, അത് ഒരു കുറ്റകൃത്യവും കൂടിയാണ്. അതിന്റെ കഥയാണ് ഇന്ന് പറയുന്നത്. The story of banana republics. 1899 യുണൈറ്റഡ് ഫ്രൂട്ട്സ് കമ്പനി അമേരിക്കയിൽ സ്ഥാപിതമാകുന്നു. ചെറിയ ഫ്രൂട്ട് ട്രേഡിംഗ് കമ്പനികളെ കൂട്ടി യോജിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു വൻകിട അമേരിക്കൻ കോർപ്പറേഷൻ. അവരുടെ ബിസിനസ് മോഡൽ ലളിതമായിരുന്നു. സ്ഥലത്തിന് വില കുറഞ്ഞതും ഭരണകൂടങ്ങൾ ദുർബലവുമായ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് സെൻട്രൽ അമേരിക്കയിൽ വൻതോതിൽ സ്ഥലം വാങ്ങിക്കൂട്ടുക, അവിടെ വാഴപ്പഴം കൃഷി ചെയ്യുക, എന്നിട്ട് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ആ വാഴപ്പഴം കയറ്റി അയക്കുക. അന്നവിടങ്ങളിൽ രൂപം കൊണ്ട മധ്യവർഗത്തിന് വില കുറഞ്ഞ ഈ വിദേശ ഫലത്തിനോടുള്ള അടങ്ങാത്ത ആഗ്രഹമായിരുന്നു കാരണം. പക്ഷേ വില കുറഞ്ഞ ഭൂമിയും വില കുറഞ്ഞ കപ്പൽ ഗതാഗതവും മാത്രം മതിയായിരുന്നില്ല യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനിക്ക്. ലാഭം ശരിക്കും പരമാവധിയാക്കാൻ കൂടുതൽ എന്തെങ്കിലും ചെയ്യേണ്ടിയിരുന്നു. സർക്കാരിനെ നിയന്ത്രിക്കേണ്ടിയിരുന്നു. യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്തുവെന്ന് മാത്രമല്ല, അവർ ആ രാജ്യങ്ങളെ ഉടമസ്ഥതയിൽ വെച്ചു. ഗോട്ടമാലയിൽ അവർ മൊത്തം ഭൂമിയുടെ 42% ഉടമസ്ഥതയിൽ വെച്ചു. ഹോണ്ടറാസിൽ സർക്കാരിനേക്കാൾ കൂടുതൽ ഭൂമി സ്വന്തമാക്കി. പ്രധാന തുറമുഖം ഉടമസ്ഥതയിൽ വെച്ചു. റെയിൽവേ സ്വന്തമാക്കി. രാജ്യമെമ്പാടും സാധനങ്ങൾ നീക്കുന്നതിനുള്ള ഏക മാർഗമായിരുന്നു അന്ന് റെയിൽവേ. സ്വന്തം ടെലഗ്രാഫ് സംവിധാനം സൃഷ്ടിച്ചു. സ്വന്തം പോസ്റ്റൽ സർവീസ്, സ്വന്തം കമ്പനി ടൗൺസ്. അവർ ഒരു രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയല്ലായിരുന്നു, അവർ ഒരു സമാന്തര സർക്കാരായിരുന്നു. യഥാർത്ഥ സർക്കാർ, പ്രസിഡന്റുമാർ, മന്ത്രിമാർ, ജനറൽമാർ എന്നിവർ യുണൈറ്റഡ് ഫ്രൂട്ട്സ് കമ്പനിയുമായി സഹകരിക്കുന്നത് വളരെ ലാഭകരമാണ് എന്ന് വേഗം മനസ്സിലാക്കി. സഹകരിക്കാതിരിക്കുന്നത് വളരെ അപകടകരമാണ് എന്നും. ഈ ക്രമീകരണത്തെ അവർ അല്പം അഭിമാനത്തോടെ ഒക്ടോപ്പസ് എന്ന് വിളിച്ചു. കമ്പനിയും സ്വയം തങ്ങളെ വിശേഷിപ്പിക്കാൻ ഈ പേരുപയോഗിച്ചു. കാരണം അതിന്റെ കൈകൾ ഒരു നീരാളിയെ പോലെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. യുണൈറ്റഡ് ഫ്രൂട്ട്സ് കമ്പനിയുടെ രാഷ്ട്രീയ ഓപ്പറേഷൻ അന്ന് കാലത്തില്ലാത്ത വിധം, അസാധാരണമാം വിധം സംഘടിതമായിരുന്നു. സെൻട്രൽ അമേരിക്കയിലുടനീളം ഗവൺമെന്റ് ജീവനക്കാർക്ക് കൈക്കൂലി നൽകുന്നത് വളരെ സാധാരണമായിരുന്നത് കൊണ്ട് അത് ബജറ്റിൽ വരെ ഇടം പിടിച്ചിരുന്നു. വാഷിംഗ്ടണിൽ തങ്ങൾക്ക് വേണ്ടി ലോബി ചെയ്യാൻ US നയതന്ത്രജ്ഞരെയും സൈനിക ഉദ്യോഗസ്ഥരെയും അവർ ജോലിക്ക് വെച്ചു. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയക്കാരുമായി ബന്ധം വളർന്നു. കയ്യൂക്ക് പരാജയപ്പെടുമ്പോൾ US സർക്കാരുമായുള്ള ബന്ധം ഉപയോഗിച്ച് കൂടുതൽ കാര്യങ്ങളെ ക്രമീകരിച്ചു. ഗോട്ടിമാല 1954 ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട അർബൻസ് യുണൈറ്റഡ് ഫ്രൂട്ട്സിന്റെ ഉപയോഗിക്കാത്ത ഭൂമി ദരിദ്ര കർഷകർക്ക് പുനർവിതരണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. കമ്പനി വാഷിംഗ്ടണിൽ ലോബി ചെയ്തു. CIA അർബൻസിനെ അട്ടിമറിച്ചു. ലോകത്തിന് ബനാന റിപ്പബ്ലിക് എന്ന പദം സമ്മാനിച്ച രാജ്യമായ ഹോണ്ടറാസിൽ കമ്പനിയുടെ സ്വാധീനം അത്രമേൽ പൂർണ്ണമായി. ഹോണ്ടറാസ് പ്രസിഡന്റുമാർ അടിസ്ഥാനപരമായി കമ്പനിയുടെ ഇഷ്ടത്തിന് അനുസൃതമായാണ് ഭരിച്ചത്. തൊഴിലാളികൾ മെച്ചപ്പെട്ട വേതനത്തിനോ സ്ഥിതിഗതികൾക്കോ വേണ്ടി സംഘടിക്കാൻ ശ്രമിച്ചപ്പോൾ കമ്പനി മാനേജ്മെന്റ് ഹോണ്ടറാസ് സർക്കാരിനെ വിളിച്ചു. സർക്കാർ സൈനികരെ അയച്ചു. സൈനികർ അവരെ കൈകാര്യം ചെയ്തു. ഇതായിരുന്നു സംവിധാനം. ദശകങ്ങളോളം നിങ്ങളുടെ വാഴപ്പഴത്തെ വില കുറഞ്ഞതായി നിർത്തിയത് ഇതാണ്. 1928 ഡിസംബർ, കൊളംബിയയിലെ സിയനാഗ. യുണൈറ്റഡ് ഫ്രൂട്ട്സ് കമ്പനി ജോലിക്ക് വെച്ച തൊഴിലാളികൾ ഒരു മാസമായി സമരത്തിലായിരുന്നു. മെച്ചപ്പെട്ട കരാറുകൾ, 7 ദിവസത്തിന് ശേഷം 6 ദിവസത്തെ വർക്ക് വീക്ക്, ജോലിസ്ഥലത്തെ പരിക്കുകൾക്ക് നഷ്ടപരിഹാരം, കമ്പനി കടകളിൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വ്യാജ നോട്ടിൽ കൂലി ലഭിക്കാതിരിക്കും. ഏതൊരു മാനദണ്ഡ പ്രകാരവും ന്യായമായ ആവശ്യം. കൊളംബിയൻ സർക്കാർ യുണൈറ്റഡ് ഫ്രൂട്ടിന്റെ സമ്മർദ്ദത്തിൽ ഉപരോധാവസ്ഥ പ്രഖ്യാപിച്ചു. തൊഴിലാളികളും കുടുംബങ്ങളും പക്ഷേ നഗര ചത്തുരത്തിൽ തടിച്ചുകൂടി. സൈന്യം അവരെ വളഞ്ഞു, പിന്നീട് വെടിയുതിർത്തു. കൊലപാതകങ്ങൾക്കുള്ള കൊളംബിയൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്ക് 9 ആയിരുന്നു. ഈ കൂട്ടക്കൊലയെക്കുറിച്ച് കേട്ടറിഞ്ഞു വളർന്ന നോബൽ പ്രൈസ് ജേതാവ് കൊളംബിയൻ എഴുത്തുകാരൻ ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് തന്റെ 100 Years of Solitude എന്ന പുസ്തകത്തിൽ ഇതിനെ കുറിച്ച് എഴുതി. ചരക്ക് വണ്ടികളിൽ കയറ്റിയ 3000 മൃതദേഹങ്ങളെ അദ്ദേഹം വർണ്ണിച്ചു. യഥാർത്ഥ സംഖ്യ ഡസൻ മുതൽ നൂറുകൾ വരെ ഇടയ്ക്കെവിടെയോ ആയിരുന്നു. കൃത്യമായ കണക്ക് അടിച്ചൊതുക്കപ്പെട്ടു.
ആ കാലത്തെ കമ്പനി ഗവൺമെന്റ് രേഖകൾ ദശകങ്ങളോളം രഹസ്യമാക്കി വെച്ചു. യുണൈറ്റഡ് ഫ്രൂട്ട്സ് കമ്പനി കൂട്ടക്കൊലയോട് ബോസ്റ്റണിലെ തങ്ങളുടെ ആസ്ഥാനത്തേക്ക് കേബിൾ ചെയ്ത് പ്രതികരിച്ചത് സ്ഥിതിഗതി തൃപ്തികരമായ വിധത്തിൽ പരിഹരിക്കപ്പെട്ടു എന്നായിരുന്നു. ഇനി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന വാഴപ്പഴം നിങ്ങളുടെ മുൻ തലമുറ കഴിച്ചിരുന്ന വാഴപ്പഴത്തേക്കാൾ വളരെ വ്യത്യസ്തമാണ്. 1950-കൾ വരെ പ്രധാന വാണിജ്യ വാഴ ഗ്രോസ് മിച്ചൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഇനമായിരുന്നു. എല്ലാ വിവരണങ്ങളും അനുസരിച്ച് ഇന്ന് നമ്മുടെ പക്കലുള്ളതിനേക്കാൾ സമ്പന്നമായ, ക്രീം പോലെ മൃദുവായ, തീവ്രമായ രുചിയുള്ള വാഴപ്പഴം. ആധുനിക വാഴപ്പഴത്തിൽ പക്ഷേ ആ സ്വാദില്ല. ഗ്രോസ് മിച്ചലിനെ 1950-കളിലും 60-കളിലും പ്ലാന്റേഷനുകളിലൂടെ ആഞ്ഞടിച്ച പാനമ ഡിസീസ് എന്ന കുമിൾ രോഗം തുടച്ചു നീക്കി. യുണൈറ്റഡ് ഫ്രൂട്ട്സ് കമ്പനിയുടെ മോണോകൾച്ചർ കൃഷി, ഒരിനം വാഴ മാത്രം ദശലക്ഷക്കണക്കിന് ഏക്കറുകളിൽ ഒരു ജനിതക വൈവിധ്യവും ഇല്ലാതെ വളർത്തുന്ന രീതി വിളയെ ഭൂകമ്പ തീവ്രതയോടെ ദുർബലമാക്കി. പാനമ ഡിസീസ് തൊടുത്തപ്പോൾ ഒരു പ്രതിരോധവും ഉണ്ടായിരുന്നില്ല. ഗ്രോസ് മിച്ചൽ ഒരു ദശകത്തിനുള്ളിൽ വാണിജ്യപരമായി ഏതാണ്ട് വംശനാശം നേരിട്ടു. പകരം കാവൻഡിഷ് വന്നു, നിങ്ങൾക്ക് ഇന്നറിയാവുന്ന വാഴ. ഇത് തെരഞ്ഞെടുക്കപ്പെട്ടത് രുചി കൂടുതലായത് കൊണ്ടല്ല, പാനമ ഡിസീസിനോടുള്ള പ്രതിരോധ ശക്തി ഉള്ളത് കൊണ്ടാണ്. പക്ഷേ പ്രശ്നം അവസാനിക്കുന്നില്ല. ട്രോപ്പിക്കൽ റേസ് 4 എന്ന് വിളിക്കപ്പെടുന്ന പാനമ ഡിസീസിന്റെ ഒരു പുതിയ സ്ട്രെയിൻ 1990-കൾ മുതൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാവൻഡിഷ് വാഴകളെ കൊല്ലുന്നു. ഇപ്പോൾ ഏഷ്യ, ഓസ്ട്രേലിയ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ പ്ലാന്റേഷനുകളിലൂടെ ഈ രോഗം പടരുകയാണ്. വാണിജ്യപരമായി പ്രായോഗികമായ ഒരു റീപ്ലേസ്മെന്റ് വെറൈറ്റി ഇതുവരെ തയ്യാറായിട്ടുമില്ല. ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഫലമായ വാഴപ്പഴം 1950-കളിൽ നേരിട്ടതുപോലെയുള്ള അതിജീവന ഭീഷണി സാധ്യതകളെയാണ് ഇന്ന് വീണ്ടും അഭിമുഖീകരിക്കുന്നത്. കാരണം വ്യവസായം ഇപ്പോഴും മോണോകൾച്ചർ കൃഷി ചെയ്യുന്നു. കാരണം ജനിതക വൈവിധ്യം ചിലവേറിയതാണ്. യുണൈറ്റഡ് ഫ്രൂട്ട്സ് കമ്പനി ഭാഗികമായി ശക്തി ക്ഷയിച്ച് ഇല്ലാതായി. കിടമത്സരം, രാഷ്ട്രീയ മാറ്റങ്ങൾ, ഒരു ഫേമസ് US ആന്റി ട്രസ്റ്റ് കേസ് എന്നിവ ഇതിന്റെ ഭാവി നിശ്ചയിച്ചു. പല ലയനങ്ങളും പേരുമാറ്റങ്ങളും കഴിഞ്ഞ് ഇന്ന് അത് ചിക്വിറ്റ ബ്രാൻഡ്സ് ഇന്റർനാഷണൽ എന്ന പേരിൽ നിലനിൽക്കുന്നു. തുടർന്ന് ചിക്വിറ്റ 2007-ൽ ടെററിസ്റ്റ് ഗ്രൂപ്പായ ഒരു കൊളംബിയൻ പാരാമിലിറ്ററി സംഘടനയ്ക്ക് പണം നൽകിയതിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തപ്പെട്ടു. ഈ കമ്പനി കൂട്ടക്കൊലകൾക്കും ബലമായ കുടിയൊഴിപ്പിക്കലിനും ആയിരക്കണക്കിന് കൊലപാതകങ്ങൾക്കും ഉത്തരവാദിയായ AUC എന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷന് $17 ലക്ഷം നൽകി. ഭീഷണി കാരണമാണ് ഇവർ ഇങ്ങനെ ചെയ്തതെന്ന് അവർ പറഞ്ഞു. തങ്ങളുടെ ജീവനക്കാരെ ഈ സംഘടനയുടെ ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാൻ അവർ $25 മില്യൺ പിഴയായി ഒടുക്കേണ്ടി വന്നു. എന്നിട്ടും വീണ്ടും ഇതേ കാര്യം തന്നെ തുടർന്നു പോരുന്നു. പക്ഷേ യഥാർത്ഥ ചോദ്യം, ബനാന റിപ്പബ്ലിക്കായി മാറ്റപ്പെട്ട രാജ്യങ്ങൾ, വ്യവസ്ഥിതികൾ തകർക്കപ്പെട്ട രാജ്യങ്ങൾ, അവർക്ക് എന്ത് സംഭവിച്ചു എന്നതാണ്. ഗോട്ടമാല, ഹോണ്ടുറാസ്, എൽ സാൽവഡോർ ഇവ വെസ്റ്റേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും അസമവും ഏറ്റവും അക്രമ സ്വഭാവമുള്ളതും ഏറ്റവും സാമ്പത്തികമായി ദുർബലവുമായ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ദശകങ്ങളോളം കോർപ്പറേറ്റ് ചൂഷണം, അഴിമതിക്കാരായ സർക്കാരുകൾ, അടിച്ചൊതുക്കിയ തൊഴിൽ പ്രസ്ഥാനങ്ങൾ, CIA പിന്തുണക്കുന്ന അട്ടിമറികൾ ഇവ ഒരിക്കലും പൂർണ്ണമായും ഉണങ്ങാത്ത സ്ഥിരമായ നാശങ്ങൾ ഉണ്ടാക്കി. ഇന്ന് ആ രാജ്യങ്ങളിൽ നിന്ന് പലായനം ചെയ്യുന്ന ആളുകൾ, US അതിർത്തിക്ക് നേരെ അപകടകരമായ യാത്ര ചെയ്യുന്നവർ പലരും അമേരിക്കൻ കോർപ്പറേറ്റ് ഗവൺമെന്റ് നയം ഒരു നൂറ്റാണ്ടോളം സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്ത കഠിനമായ സ്ഥിതിഗതികളിൽ നിന്ന് ഓടിപ്പോകുകയാണ് ചെയ്യുന്നത്. ബനാന റിപ്പബ്ലിക് അഭയാർത്ഥി പ്രതിസന്ധി ഉണ്ടാക്കി. ബനാന റിപ്പബ്ലിക് ഉണ്ടാക്കിയ രാജ്യം ഇപ്പോൾ അതിർത്തിയിൽ അഭയാർത്ഥികളെ എങ്ങനെ തടയണമെന്ന് തർക്കിക്കുന്നു.